ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ഗോ വിത്ത് ഗോപിക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാനുണ്ട്. സ്ട്രോബെറി പിക്കിങ്ങും അതുപോലെ തന്നെ ഒരു ലാവൻഡർ ഫാമുമാണ് ഞങ്ങളുടെ പ്ലാനിലുള്ളത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഒരു ഷവർമ റാപ്പ് ഒരു ഷവർമ പുട്ടിനും വാങ്ങിച്ചു. അത് 2 ആൾക്കാർക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇവിടെ എനിക്ക് ആകെ ഇഷ്ടമുള്ള ഒരു ഷവർമ ഷോപ്പ് ഏതാന്ന് വെച്ചാൽ ഈ മേബിൾ സീഡർ സിറിയൻ കിച്ചൺ ആണേ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ഓൺ ദ വേ നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ റോഡിൽ പല സ്ഥലങ്ങളിലായിട്ട് ചുവപ്പ് കളറും അതുപോലെ ബാക്കി സ്ഥലങ്ങളിൽ സാധാ ഇത് ബ്ലാക്കോ ഗ്രേയോ ആ കളറോ ആയിരിക്കും. ഇതേ ചില സ്ഥലങ്ങളിൽ ഇതേ പകുതി ചുവപ്പ് പകുതി ബ്ലാക്ക് അങ്ങനെയൊക്കെ മിക്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ റോഡിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് ഇവര് റെഡ് സോയിൽ, അത് ഇവിടെ പോപ്പുലർ ആയിട്ട് കാണപ്പെടുന്ന ഒരു സോയിലാണ് അത്ര ഈ റെഡ് സോയിൽ, അതുപോലെ തന്നെ ഗ്രേവെൽസ്, അതുപോലെ ചുവപ്പ് കളറുള്ള ഗ്രേവെൽസ്, ഇതെല്ലാം മിക്സ് ചെയ്ത് അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇവിടുത്തെ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ച സ്ഥലങ്ങളിലാണ് ഈ റെഡ് ആയിട്ട് കാണുന്നത്. ഈ സ്ട്രോബെറി പിക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവം. ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇവിടെ മൗണ്ടൻ ഫാം സ്ട്രോബെറീസ് യൂപിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. ന്യൂ ഗ്ലാസ്ഗോന്ന് ഒരു 53 കിലോമീറ്റേഴ്സ് അവേ ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഒരു 40-45 മിനിറ്റ് ഡ്രൈവ് ആണ് ഇങ്ങോട്ടേക്ക് ഉള്ളത്. ഫൈനലി നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ചേച്ചി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞു തരിക. അപ്പൊ ഇനി നമുക്ക് ചേച്ചി പറയണത് കേൾക്കാം. You guys can come down here. Yeah. Let's start at the stick. From here, yep. We're going to go that way. Yep. One can pick on this half of the row. Mm-hmm. The other can pick on this half of the row. Okay. And it'll only take you a few minutes. There you go. When you are finished, okay, when you're done, just come back and get the stick and stamp it in. See where it is there? Yeah. You'll take that stick. Yep. And you'll put it in the brown up there across from where you stopped. Okay. So the next person has good berries. അവർ ഇൻവൈറ്റ് ചെയ്ത് വന്ന ഒരു ഗസ്റ്റ് പുനെ പോലെ ആട്ടോ അവർ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റിക്കിന്റെ അവിടെ തൊട്ട് നമ്മൾ ഇത് പിക്ക് ചെയ്ത് തുടങ്ങണം. അപ്പോൾ മിതു ഒരു സൈഡ്, ഞാൻ അപ്പുറത്തെ സൈഡ്, അങ്ങനെ നമ്മൾക്ക് ഇതിങ്ങനെ പിക്ക് ചെയ്ത് നമ്മൾ എവിടെയാണോ എൻഡ് ചെയ്യുന്നത് ആ എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ആ സ്റ്റിക്ക് കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ ഇനി നെക്സ്റ്റ് വരുന്ന ആൾക്കാർക്ക് അവിടെ തൊട്ട് തുടങ്ങാലോ. അപ്പൊ ഞങ്ങൾ ആദ്യം വെറും 2 ബോക്സ് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആദ്യം നമുക്ക് ബോക്സ് എത്ര എണ്ണം വേണമെന്ന് ചോദിക്കും കേട്ടോ. ആ സമയത്ത് നമുക്ക് എത്ര ബോക്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ തരും. അപ്പോൾ ഞങ്ങൾ 2 എണ്ണം മതി എന്ന് പറഞ്ഞിട്ട് 2 എണ്ണത്തിൽ തുടങ്ങിയപ്പോൾ സംഭവം നല്ല രസമുണ്ട്. ഞങ്ങളെ പോലെ അവിടെ ഇത്രയും എന്റർടൈൻമെന്റിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ പിള്ളേരാട്ടോ. 2 ബോക്സിൽ സ്ട്രോബെറി പിക്കിംഗ് ഒക്കെ ഒരു 5 മിനിറ്റിനുള്ളിൽ കഴിയും. അപ്പം നമുക്ക് കുറച്ചും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു 4 ബോക്സും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു 6 ബോക്സ് നിറയെ സ്ട്രോബെറി പിക്ക്. ആദ്യമായിട്ടാണ് ഇത്രയും ഫ്രഷ് സ്ട്രോബെറീസ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയുടെ സ്മെല്ല്. അവിടെ എത്തിയപ്പോൾ തന്നെ ആ സ്മെല്ല് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ചില സ്ട്രോബെറിയുടെ ഒക്കെ വലിപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വലുതാവോ സ്ട്രോബെറീസ് ഒക്കെ എന്ന്. പിന്നെ അവിടെ നിന്ന് തന്നെ കഴിച്ചു നോക്കുകയും ചെയ്യാം. നമുക്ക് എത്ര വേണേ കഴിക്കാം, അതിൽ ലിമിറ്റൊന്നും ഇല്ല. പിന്നെ അതത്ര എനിക്ക് കഴുകാത്തത് കൊണ്ട് തന്നെ അത് കഴിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ക്ഷമ കുറവായിട്ടുള്ള ആളാണ് മിതു. അവൻ ഭയങ്കര റിലാക്സ് ചെയ്തിരുന്ന് സമയമെടുത്ത് സ്ട്രോബെറി പറിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ ഈ സ്ട്രോബെറി ഒരു ബെറിയിൽ പെട്ട ഐറ്റം അല്ല, ഇതൊരു ഫ്രൂട്ടാണ്. പിന്നെ ഈ ഒരു സ്ട്രോബെറിയിൽ ഇതിലൊരു 200ഓളം സീഡ് ഉണ്ടാവും. ഈ 200 സീഡും ഓരോ സെപ്പറേറ്റ് ഫ്രൂട്ട് ആവാൻ പറ്റുന്ന ഐറ്റാണ്. പിന്നെ ജൂൺ എന്ന് പറയുന്നതാണ് സ്ട്രോബെറിന്റെ ബെസ്റ്റ് മന്ത് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ട്രോബെറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി ചൈനയാണ്. ഓവർ 3 മില്യൺ ടൺസ് ഓഫ് സ്ട്രോബെറീസ് ആണ് അവർ എല്ലാ വർഷവും കൾട്ടിവേറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ കാനഡയിൽ ഏറ്റവും കൂടുതൽ സ്ട്രോബെറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 4 പ്രൊവിൻസിൽ ഒന്നാണ് നോവ സ്കോഷ്യ. അങ്ങനെ നമ്മൾ നമ്മുടെ 6 ബോക്സ് സ്ട്രോബെറിയും ഫില്ല് ചെയ്തു. ഇനി നമുക്ക് മെല്ലെ ഇവിടുന്ന് ഇറങ്ങാം. ഇതിന് ഒരു ബോക്സിന് $3.50 ആണ് വരുന്നത്. ഇതിന് നമുക്ക് വേറെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നുമില്ല, വെയിറ്റ് അനുസരിച്ചിട്ടൊന്നുമല്ല. ആ ഒരു ബോക്സിൽ ഇപ്പം നിങ്ങൾ ഹാഫ് ആയിട്ടാണോ ഫുൾ ആയിട്ടാണോ അത് കുത്തി നിറച്ച് ഒരുപാട് സ്ട്രോബെറി എടുത്താലും $3.50 അതിന് വരുന്നുള്ളൂ. ആ ബോക്സ് അനുസരിച്ച് നമ്മൾ അവിടെ ക്യാഷ് കൊടുത്തിട്ട് പോകണം. കാർഡ് പേയ്മെന്റ് ഇല്ല, നമ്മൾ അവിടെ ക്യാഷ് തന്നെ കൊടുക്കണം. നമ്മൾ ഗ്രോസറി സ്റ്റോഴ്സിൽ നിന്നൊക്കെ ഈ സ്ട്രോബെറി ഒരു ചെറിയ ബോക്സ് വാങ്ങിക്കാൻ തന്നെ $7-8 ആവാറുണ്ട്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ചീപ്പായിട്ടാണ് നമുക്ക് ഇവിടെ ഫ്രഷ് സ്ട്രോബെറി കിട്ടുന്നത്. ഓൺ ദ വേ ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ മെക്ഡോണൽഡ്സ് ഗോ എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടേ. ഒരു ബീച്ച് സൈഡ് ആണ്. എന്നാൽ നമുക്ക് അവിടെ ഒന്ന് ഇറങ്ങി നോക്കി നോക്കാം എന്നുള്ള രീതിയിൽ ഒന്ന് അവിടെ പോയി നോക്കി. അപ്പൊ അവിടെ കുറെ പേര് ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. പിന്നെ ഈ മീൻ പിടിക്കാൻ അത്യാവശ്യം ക്ഷമ വേണം, ശബ്ദം ഉണ്ടാക്കരുത്, അങ്ങനെ
അങ്ങനെയൊക്കെ ഉണ്ട്. അത്ര ക്ഷമയൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അധിക സമയം അവിടെ നിന്നില്ല. പിന്നെ അത് അവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവണ്ട. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയോടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ലാവൻഡർ ഫാമിലോട്ടാണ്. ലാവൻഡർ ഫാമിൽ എത്തിയപ്പോഴെ അവിടെ ഒരു ചേച്ചി, ഞാൻ നേരത്തെ നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ അവിടെ കണ്ട ചേച്ചിനേക്കാളും പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചി, അവർ വന്നിട്ട് ഭയങ്കര നന്നായിട്ട് നമ്മളോട് പെരുമാറുന്നത്. അവിടെ ലാവൻഡേഴ്സ് ഒന്നും അത്ര പൂത്ത് വന്നിട്ടില്ല. അതുകൊണ്ടൊരു ജൂലൈ 4-നാണ് ഇവർ ഇവിടെ എല്ലാം പൂത്ത് നിൽക്കുന്ന സമയം ഉണ്ടാവുക. അന്ന് നിങ്ങൾ എന്തായാലും വരണം, അപ്പോൾ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞേ. ഇവിടെ എൻട്രൻസ് ഫീസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതാ സ്ട്രോബെറി പിക്കിങ്ങിൻ്റെ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. 39 വെറൈറ്റി ലാവൻഡേഴ്സ് ഉണ്ട് അത്രേ. ഇതെല്ലാം കാണാൻ ഒരുപോലെ ഇരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാ മനസ്സിലാവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇതൊന്ന് മണത്ത് നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 39 വെറൈറ്റി ലാവൻഡറിനും ഇങ്ങനെ ഡിഫറെന്റ് സ്മെല്ല് ഉണ്ട് അത്രേ. അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. പിന്നെ അവിടെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയ കുട്ടി കടയുണ്ട്. ആ കടയുടെ അകത്ത് ഈ ലാവൻഡേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. വേറെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ചെടികൾ സെല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ലാവൻഡേഴ്സും ഉണ്ട്, അതല്ലാത്ത ചെടികളുണ്ട്, പിന്നെ വെജിറ്റബിൾസും ഉണ്ട്. പുറത്തുനിന്ന് ചെടി വാങ്ങിക്കുമ്പോൾ എങ്ങനെ പോയാലും മിനിമം $25-30 ഒക്കെ വരാറുണ്ട്. അതല്ല വെച്ചാൽ $15 തുടക്കത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ചെടികൾക്ക് നിങ്ങൾ വിശ്വസിക്കില്ല, $5 അതുപോലെ $6 അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ മാക്സിമം $12 അവിടെ വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ജെയിൻ അമ്മമ്മയ്ക്ക് 2-3 ചെടികൾ നല്ല ഭംഗിയുള്ളത് വാങ്ങിച്ചു. അപ്പോൾ അവർ ഫോണിൽ അവരിത് വളർത്തിയിട്ട് അതിൻ്റെ പൂവിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നെ. പിന്നെ ഞങ്ങൾ അകത്ത് കയറി. അവിടെ ഈ ലാവൻഡേഴ്സ് വെച്ചിട്ടുള്ള ഈ എസെൻഷ്യൽ ഓയിൽസ്, സോപ്പ്, അതുപോലെ കോസ്മെറ്റിക് പ്രോഡക്ട്സ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ടു. അപ്പോൾ അതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ശരിക്കും ലാവൻഡറിൻ്റെ സ്മെല്ല് കിട്ടും നമുക്ക്. അവിടെ കയറിയിട്ട് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടിട്ടും ഞാൻ ഞെട്ടിപ്പോയത് എന്താണെന്ന് വെച്ചാൽ ഈ പ്യുവർ എസെൻഷ്യൽ ഓയിൽസിന് വരെ ഭയങ്കര റേറ്റ് കുറവാണ്. ഈ ലാവൻഡേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയാന്നുള്ള രീതിയിലുള്ള ഒരു റേറ്റ് കൂടുതലും ഇല്ല, ഭയങ്കര അഫോർഡബിൾ ആണ്. അങ്ങനെ കുറെ കാലമായിട്ട് കാണണമെന്ന് വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.